ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഹോമിനെ സ്പോട്ടിൽ കുടിച്ചിട്ട് പോയവരാണ് ഞാൻ. അതിനുശേഷം പറ്റി ഞാൻ പിന്നെ കാണാമെന്ന് പറഞ്ഞു പോയി. അപ്പം എൻ്റെ ഇരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ കണ്ടോ? വേണ്ടേ എത്ര സാധനങ്ങളാണെന്നറിയാമോ? ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്നറിയാമോ? ഞാൻ ചുമ്മാ അതിൻ്റെ ഇടയ്ക്ക് വെച്ചൊന്ന് വേൾഡിൽ കയറി, ചുമ്മാ വീട്ടിൽ കുത്തിയിരുന്നപ്പോൾ. അപ്പം ഞാൻ ചെന്നപ്പം ഞാൻ ഇവിടെ വെച്ചെങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നേരെ ചെന്ന് നോക്കിയപ്പം റെയ്ഡിന്റെ ഇത് ഫുള്ളായി. മണ്ടയ്ക്കത്ത് കാണുന്ന വരയില്ലേ, അത് ഫുള്ളായി കഴിഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ നിന്നപ്പോ വേണ്ട ഈ വോക്കറും എല്ലാ അവന്മാരുടെ വരുന്നത്. പിന്നെ അവന്മാരെല്ലാം തല്ലിക്കൊന്ന് കുറെ വട്ടം ചത്തപ്പോഴാണ് എനിക്ക് തോട്ടം കിട്ടിയത്. ഒരു തോട്ടം ഞാൻ അവിടെ വെച്ച് തന്നെ യൂസ് ചെയ്യേണ്ടി വന്നു. ഇതുണ്ട്, ക്രീപ്പർ ഇപ്പൊ പൊട്ടിത്തെറിച്ചതാ. എന്തോ പറയാനാന്ന് പറ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു വില്ലേജർ ബ്രീഡർ ഫാം. അത് സെറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കത് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതൊരു സ്ഥലം ഒരുക്കി വെച്ചില്ല. അതിന് മുമ്പ് എനിക്ക് ഇതൊക്കെ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. നമ്മുടെ കഷ്ടപ്പാട് അവിടുത്തെ എല്ലാം ക്രീപ്പർ പൊട്ടി കുറേ. ഇത്ര ദിവസത്തെ ഹാർഡ് വർക്കാ. ഓ, ഇത്ര ആയിട്ട് തിരിച്ച് തട്ടി വയ്ക്കണം നമ്മൾ കുറേ സാധനങ്ങൾ. ഈ ഒരു സൈഡ് മൊത്തം ഹാർവെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തോടെ സൈഡിലൂടെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കണം. എത്ര നാളത്തെ കഷ്ടപ്പാടായി കിടക്കുന്ന അറിയാമോ? ഇഷ്ടംപോലെ സീഡും ഉണ്ട് നമ്മുടെ കയ്യില്. ഈ ഭാഗത്ത് വെളിച്ചം കിട്ടത്തില്ല, വെട്ടം. ഓ, കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൃഷി എനിക്ക് ഭയങ്കര ഇഷ്ടമാവുന്ന നമ്മുടെ അറിയാൻ തോന്നുന്നു. ഇതൊക്കെ ഇനി എന്താ അതിനുണ്ട്, അവിടെ നിൽക്കട്ടെ. അതൊക്കെ ഇതൊക്കെ ഇനി നമുക്ക് തിരിച്ചു നട്ട് വയ്ക്കാം. ഈ ബാക്കിയുള്ളതുകൊണ്ട് റെയ്ഡ് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇതെല്ലാം തിരിച്ചു നട്ട് വയ്ക്കട്ടെ അല്ലേ? അതല്ലേ നമ്മുടെ പണി. നമ്മൾ ഇത്ര ഭാഗം സെറ്റാക്കിയിട്ടിട്ട് നമ്മൾ ഇത്ര കൃഷി വീണ്ടും എടുത്തിട്ട് നമ്മുടെ ഇത് ബീട്രൂട്ടാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയത്. എപ്പോഴും ബീട്രൂട്ടാണ്. അതിനുമ്പ് എൻ്റെ ഇത്രയും വീറ്റ് ഹേബാലയാക്കി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഹേബാലയാക്കി എടുത്തായിരുന്നു നല്ലതായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഹേബാല എടുക്കാൻ പറ്റില്ല. ശ്രമിച്ചു നോക്കട്ടെ. ആ, പറ്റുമല്ലോ. ഹൈബാല എന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കല്ല, ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതെല്ലാം നമുക്ക് എടുത്തിട്ട് ഇതിനകത്ത് കൊണ്ടുപോകും. അല്ല, ഫുഡ് ആക്സസറീസിനകത്ത് വയ്ക്കാം. ഒന്നും ഞാൻ വെച്ചിട്ടില്ലല്ലേ. ബ്രെഡ് ഉണ്ടാക്കി എടുക്കണം. അതാണ് ഇനി നമുക്ക് അടുത്ത പണി. ഇനി ഉപയോഗിച്ച് ഇതെല്ലാം നട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം അവന്മാർക്ക് കൊടുക്കണം. ഈ ബീട്രൂട്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. ബാക്കിയൊക്കെ അവന്മാർക്ക് കൊടുക്കണം. ഈ ബീട്രൂട്ട് എല്ലാം ഒന്ന് എടുത്തോട്ടെ. അതാണ് പണി. ബീട്രൂട്ട് എല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ വില്ലേജർ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഇതൊക്കെ പിന്നെ ട്രേഡ് ചെയ്യാം. നമുക്ക് ഏതൊരു ഭാഗത്തോടാണ് ഈ ഒരു ഭാഗത്തോട്ട് സെറ്റ് ചെയ്യുക. അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് എൻ്റെ കയ്യിലുണ്ട്. അത് നമ്മളിപ്പം സെറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കമ്പോസ്റ്റർ വേണം. കമ്പോസ്റ്റർ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നു, അത് കാണും. അപ്പോൾ നമുക്ക് ഒരു രണ്ടെണ്ണം ഉണ്ട്. അത് എന്നിട്ട് ഈ പവർ റെയില് ഈ മൈൻകാർട്ട് എനിക്ക് ഒന്നേ കിട്ടിയുള്ളൂ. ഇത് കൂടുതൽ വേണ്ടി വരുമായിരിക്കും. നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് അത് സെറ്റ് ചെയ്യാം. ആവാൻ പോവാ, അതാണ് പണി. ഇന്ന് കിടന്ന് ഉറങ്ങിയിട്ട് വരാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാം. എന്തായാലും നമ്മുടെ ബ്രീഡർ ഫാം അടിച്ച് പൊളിച്ച് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോക്ക് എനിക്ക് 100 വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട്. അല്ല, സബ്സ്ക്രൈബ് കൂടെ ചെയ്യും മക്കളെ. 100 പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എന്തായിരുന്നു. നമുക്ക് അപ്പോൾ ഈ എവിടെ സെറ്റ് ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ ഭാഗത്തോടെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം
ചെയ്യാൻ അത് നമ്മൾ 4 ഇത് വെച്ച് സെറ്റ് ചെയ്യണം. ഇത് 1 2 3 4 എന്നിട്ട് നടുക്കൊരു ഇതൂടെ വെക്കുക. അതുപോലെ ഈ സൈഡ് എല്ലാം ചെയ്യണം. 1 2 3 4 1 2 3 4 4 ആയല്ലോ. 1 2 3 4 ഇതെല്ലാം നമ്മൾ ചേർത്ത് വെക്കണം. അതൊന്നര പണിയല്ല, വലിയ കുഴപ്പമില്ലാത്ത പണി തന്നെ. ഓക്കെ, നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് എൻ്റെ ബ്രിക്സ് ഇല്ലേ, ഇപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്ന സാമാനമാണ്. വെച്ച് നമ്മൾ സെറ്റും കവർ ചെയ്യണം. അല്ലേടേ ഈ ഭാഗം വിട്ടിട്ട് ഫുള്ള് നമ്മൾ കവർ ചെയ്തെടുക്കണം. ഇച്ചിരി ഡേർട്ട് വേണമല്ലോ നമുക്ക് ഈ ഭാഗമെല്ലാം അടയ്ക്കാൻ വേണ്ടി ചെയ്യാം. നേരത്തെ എടുത്ത് വയ്ക്കട്ടെ, അത് ഇഷ്ടംപോലെ ജസ്റ്റ് ഇരിപ്പോട്ട് എല്ലാം ബ്രിക്ക് വെച്ച് ഇനി അടച്ചടച്ച് പോരാ. ഞാൻ അറിയാതെ എഫ് പിടിച്ചോ നിൽക്കുക. ചേടാ ഞാൻ എന്തോ പൊട്ടത്തര കാണിക്കുന്നേ. പിക്കാക്സ് വേണം. നമ്മളിപ്പോൾ ഇത്ര സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് മാത്രം പോരാ, നമ്മൾ ഇതിൻ്റെ മണ്ടക്കോട്ടൂടെ സെറ്റ് ചെയ്ത് ചെയ്യണം. ദൈവമേ, ഇവിടെ സെറ്റ് ചെയ്താലേ എവിടൊക്കെ പിടിച്ചാ ഞാൻ ഈ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്ത് വരണം. സംഭവം അവിടെ കിടന്ന് ഉറങ്ങണ്ടി. ഇവിടെ സെറ്റ് ചെയ്ത് കഴിയുക. അവിടെ പരിപാടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും സെറ്റ് ചെയ്യാനുള്ളത്. ബ്രീഡർ ഫാം കഴിഞ്ഞിട്ട് യാരത് കിട്ടിയില്ലേ? ഓക്കെ, നമ്മള് ഇവിടെ എന്നെ ആരാടാ ശല്യം ചെയ്യാൻ വരുന്നേ? ഇവരിവിടുത്തെ റെയ്ഡും കഴിഞ്ഞില്ലേ? ഇത്ര സെറ്റപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇനി നമുക്കിവിടെ ട്രാപ്പ് ഡോർ കൂടെ വെക്കണം. അത് ഈ ഒരു ഭാഗത്തായിട്ട് എന്നിട്ട് ഇവിടെ. അപ്പൊ അത് കറക്റ്റ് ആയെന്ന് തോന്നുന്നു. നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഒരു ഡേർട്ട് എടുത്തിട്ട് അങ്ങനെ വെച്ചിട്ട് ഒരു ടാപ്പ് ഡോർ ഇവിടെ വെക്കണം. തണ്ടർസ്റ്റോം നോട്ട് സേഫ് ഹിയർ. തണ്ടർസ്റ്റോമായി ഒട്ടും സേഫ് അല്ല. തണ്ടർസ്റ്റോമിൽ നമുക്ക് വേഗം കത്ത് കിടന്നുറങ്ങാം. തണ്ടർസ്റ്റോമിൽ നമ്മൾ ഇടി വെട്ടിച്ചാവാൻ സാധ്യത കൂടുതലാണേ എന്ന് പറഞ്ഞാൽ കൂടുതലാ. വേഗം വീട്ടിൽ കറിക്ക് അവച്ചാളും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. ഉറങ്ങാം. ഫസ്റ്റ് ബ്രീഡിംഗ് ഫാമിന്റെ ട്യൂട്ടോറിയൽ കൂടെ ചേർത്താണ് നമ്മളിന്ന് ശരിക്കുന്നത്. മഴ ഇപ്പൊ എന്തോ ഞാൻ ഈ കാണുന്നത് റെയിൻബോ വരെ തെളിക്കിയത് നമ്മുടെ മഴ, നമ്മളുണ്ടാക്കിയ മഴയാ. അതത്രേ ഉള്ളൂ. അത് പേടിച്ച് വെച്ചിട്ട് പോയതാ. ഇത്രേ ഉള്ള കാര്യം. അപ്പൊ ഇതിങ്ങനെ കളയണം കണ്ടല്ലോ. നമുക്ക് ആ ഡയറക്റ്റ് അങ്ങ് പൊട്ടിച്ച് കളയാം. അത്രേ ഉള്ളത്. അയ്യോ, അത്രേ ഉള്ളു. ഓക്കെ, അത്ര സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിന്റെ ഫ്രണ്ടിൽ കുറച്ച് ബെഡ് ഇട്ടിട്ട് അത് ചുറ്റിട്ട് അതുകൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അതുകൂടെ പോയി സെറ്റ് ചെയ്യട്ടെ. ബെഡ് വേണം. നമ്മുടെ കയ്യിൽ ഓൾറെഡി ബ്രെഡ് ഉണ്ട്. അതവിടെ കിടക്കട്ടെ. നമുക്ക് ഇവന്മാരുടെ വീട്ടിൽ നിന്ന് ഇവൻ പോയില്ലേ? ഇനി അടുത്ത ഓമിന സ്പോട്ടിൽ കിട്ടുമല്ലോ. അടുത്തത് കിട്ടി. ശടാ, വേറെ ശല്യം സഹിക്കാൻ വയ്യ ഇവിടെ. എല്ലാ വില്ലേജറും ചത്തോ? വില്ലേജേഴ്സ് നിങ്ങളൊക്കെ പോയോടാ? എന്ത് വില്ലേജറ്? ഇവിടെ കണ്ടൊക്കെ ഉണ്ട്. ശബ്ദം കേൾക്കാൻ ചെറുതായിട്ട്. ഇവിടെ വില്ലേജേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല.
അതായത് ഈ കട്ടിലൊക്കെ എടുത്തോണ്ട് പോവാ, ഇവന്മാർക്ക് വേറെ കട്ടിലൊക്കെ മേടിച്ചു കൊടുക്കാം. നീ എൻ്റെ വീട്ടിലും കൊടുക്കാം, അല്ലെ ഇവന്മാർക്ക് ഉറങ്ങാനൊക്കത്തില്ല. തൊട്ട് വീട്ടിൽ ഞാൻ എൻ്റെ കയ്യിൽ ഇച്ചിരി ഉണ്ടത് 4 ബെഡ് നമുക്ക് ടോട്ടൽ വേണം. 4 ബെഡ് ആയിട്ട് നമ്മൾ എവിടെ പോവും? ഉണ്ടോ നോക്കട്ടെ. 4 ബെഡ് ഇവിടെ 3 4 ഉണ്ട്. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടോന്നൂടെ ശ്രദ്ധിക്കട്ടെ. ഇല്ല, എടുത്തിട്ടില്ല. എനിക്ക് ഒരു കെട്ടില് പോരെ. 1 2 3. ബാക്കി എനിക്ക് വേറെ എടുക്കാം. നമുക്ക് എടുക്കണം. അതിനുമ്പ് എനിക്ക് ഇത്രയും കട്ടിലിപ്പോ മതി. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലിരിക്കണേ ഇച്ചിരി ഇടണം. എൻ്റെ തൊട്ടപ്പുറത്ത് ലാപ്പിനകത്ത് ഞാനത് ട്യൂട്ടോറിയൽ ഓൺ ചെയ്ത് വെച്ചേക്കുവാണ്. ഒന്ന് നോക്കിക്കോട്ടെ. നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് തരാം. നമ്മൾ ഇത് ഇങ്ങോട്ട് ഇട്ടിട്ട് താത്തിട്ട് നമ്മൾ ഇതങ്ങോട്ട് കളയണം. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യണം. 1 2 3 മതിയായിരുന്നു കേട്ടോ. അത് പറയണ്ടായിരുന്നോ? എത്ര ഉണ്ടേ ഇരിക്കുന്നത്? 2. ഇനി 1 മതി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ചുറ്റിന് നമ്മളെ ബ്രിക്ക് ഇനിയും വേണം. അപ്പൊ എന്ത് സ്റ്റോൺ ഉണ്ടോ നോക്കട്ടെ. 6 ബ്രിക്ക് ഉണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. 1 2 ചുറ്റി നമ്മൾ കവർ ചെയ്യണം. ഇനി വേണം നമുക്ക് ഈ വെച്ചേക്കുന്ന ഞാനേ സംഭവം എന്തുവായിരുന്നു? എന്തുവിന്റെ പേര്? വാളാണ് നമ്മുടെ ഇപ്പൊ ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ ചെന്നിട്ട് എനിക്ക് കോബിൾ സ്റ്റോൺ ഇനി ഉണ്ടോ? കോബിൾ സ്റ്റോൺ ഇല്ലല്ലോ. നമുക്കത് മൈൻഡ് ചെയ്യണം. നേരത്തെ അറിഞ്ഞില്ല. നമുക്ക് ഇവിടെ നിന്ന് മൈൻഡ് ചെയ്ത് പോവാം. ചുമ്മാ മൈൻഡ് ചെയ്യുമ്പോൾ വരെ സാധനം കിട്ടുക. അവിടെ കിടക്കട്ടെ, പിന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് ആർത്തിയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് വേണ്ട സാധനം മാത്രം എടുത്താൽ മതി. ഈ ഉമിനിസ് ബോട്ടിലൂടെ എനിക്ക് ഉപയോഗിക്കണം. അത് എടുത്തു വരുന്ന അവന്മാരെ കൊന്നെടുക്കാൻ. നമുക്ക് ഇതിന് XP ഫാം ഉണ്ടാക്കണം. ഇഷ്ടംപോലെ അയൺ ഉണ്ട് കേട്ടോ. ഇവിടൊക്കെ ഈ അയൺ കൊണ്ട് വെച്ചേ നോച്ചാണ്. നോച്ച് അടയാളത്തിനായിട്ട് നമുക്ക് ഇതിവിടെ വെച്ചേക്കാം. നമുക്ക് അയൺ വേണേൽ പോയി എടുക്കാം. 31 കോബിൾ സ്റ്റോൺ ഉണ്ടാക്കിയെടുക്കാം. ഇത് ബ്രിക്കല്ലേ? ബ്രിക്ക് ടഫൊക്കെ വേണം. നമുക്ക് വാള തന്നെ ചെയ്യാം. 31 വാള് വീണ്ടും ആയിട്ടുണ്ട്. ഇത് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ ഫിക്സ് ചെയ്യാം. അപ്പം അത് കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മളിനി ചെയ്യാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമൊന്നല്ല, ഇനി ഉണ്ടായിരുന്നു. ചുറ്റും എടാ, ഇവൻ ഇപ്പഴേ വന്ന് കയറിയോ? നിന്നെ കയറ്റിയും വിടാ എന്നാ ഞാൻ ചുമ്മാ. കയറിക്കോ. കേറാ. വെട്ടിത്തരാം. അറിയുന്നേ കയറിക്കോ. ഇവനെ ഇവിടെ നമ്മൾ കൂട്ടിയേക്കാം. നമുക്ക് ഇവിടുന്ന് മണ്ട, നീ ഇപ്പഴേ അങ്ങോട്ട് കേറി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. താങ്ക്സ് ഫോർ കമ്മിങ് മണ്ടൻ. നിന്നെ ബോട്ടിലോ ഒന്നും കയറ്റി കൊണ്ടുവരേണ്ടി എനിക്ക് വന്നില്ല. താങ്ക് യു. ഇനി നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. നമ്മൾ ഇവിടെ ഇത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മണ്ടക്കൊട്ട് പോയിട്ട് ഇനി ഞാനങ്ങനെ തിരിച്ചു കയറുന്നേ. അങ്ങോട്ടല്ല, നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ട് കയറിച്ചില്ല.
എന്നിട്ട് ഇവിടുന്ന് താഴോട്ട് 1 2 കുഴിച്ച് പോണം. ഓക്കെ, ജസ്റ്റ് സെക്കൻഡ്. അപ്പം അത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഇനി ഞാനെങ്ങനെ കയറും? ചേടാ, ക്രിയേറ്റീവിലെന്നെ പറന്ന് കയറുന്നു. ഇപ്പൊ എന്താ വെച്ച് കയറാനാ? നമ്മൾ കയറിയിട്ടുണ്ട്, അതെല്ലാം നമ്മൾ പറഞ്ഞ പോലെ വെച്ചിട്ടുണ്ട് ആ ഭാഗം. അപ്പൊ കറക്റ്റ് ആണോ എന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ചെറിയ 2 കാര്യമേ ഉള്ളൂ. അവിടുന്ന് തന്നെ നമ്മൾ 4 ഇത് സെറ്റ് ചെയ്യണം. നിൽക്കേ, ഇനി നമുക്ക് ഇടയ്ക്ക് വെച്ച് നമ്മുടെ വെള്ളം എടുക്കണം. വെള്ളം എടുത്തിട്ട് അതാണ് നല്ല പണി. നമുക്ക് ഇച്ചിരി വെള്ളം എടുക്കണം. വെള്ളം ഇവിടുന്ന് മതി മതി. നമ്മൾ അകത്തോട്ട് ചെന്നിട്ട് ഇവിടെ കുളിച്ചിട്ട് അവിടെ ഒഴിക്കണം. പിന്നെ നമ്മള് സെറ്റ് ചെയ്യേണ്ടത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സൈൻ ബോർഡോട് വേണം. ഇനി വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു അത് വേണം ഇനി. ചേടാ, നമുക്കൊരു സൈൻ ബോർഡോട് വേണം. അതുകൂടെ സെറ്റ് ചെയ്തിട്ട് വരാം. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തോ ഒരു ഇതൊക്കെ കണ്ടുപിടിച്ചവനായത് നോച്ചിന്റെ തല എന്തുമായിരിക്കും. നോച്ചയോ കഥ ഒക്കെ പിടിച്ച്. പിന്നെ അതിനുള്ള പ്ലാങ്ക്സ് 2 തടിയുണ്ട്, അത് സെറ്റ് ചെയ്തേക്കാം. നമുക്ക് എടുക്കേണ്ട സൈൻ ബോർഡ് 3 സൈൻ ബോർഡ് ഉണ്ട്, അത് മതി. 3 സൈൻ ബോർഡ് എടുത്തിട്ട് നമ്മള് അതിൻ്റെ അകത്ത് കൊണ്ട് സെറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അകത്ത് കൊണ്ടിട്ട് സെറ്റ് ചെയ്യണം. അതാണ് പണി. പിന്നെ അത് നമ്മളെന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ടല്ലോ. എന്തോ ഒരു മനസ്സിലായി. പിന്നെ സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഒരു വെള്ളം കൂടെ അവിടെയും കൂടെ ഒഴിക്കണം. വെള്ളം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒഴിക്കണം. ഇനി അതാ പണി. ഞാൻ അങ്ങനെ എന്റെ പൊന്നായങ്കോലെ ഒന്ന് മാറ്. സമാധാനമായി. ഇത്ര സൈൻ ബോർഡ് മതിയെന്ന് തോന്നുന്നു. നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ ഇവിടെ നിന്ന് 5 വട്ടം ചെയ്യണം. കണ്ടോ, നമ്മൾ എന്നിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും ബ്രിക്സോ ഏതാണ്ടൊക്കെ വേണം. എനിക്ക് വയ്യ ഇങ്ങനെ ഒന്ന് കഷ്ടപ്പെടാ. നിന്നെയൊക്കെ പിടിച്ചാൻ പൂട്ടിയാനാ തരും കേട്ടോ. മുമ്പ് കുഴിച്ച സ്ഥലം ഉണ്ടായിരുന്നല്ലോ, അവിടെ റോക്കൊക്കെ വെച്ചൊന്ന് ഇവിടെ നാട്ടിട്ട് കുഴിച്ച് അവിടെ കണ്ടായ തന്നെ ഇവിടെയും കിടന്നു. അവിടെ കണ്ടായാണ് തന്നെയാണ് ഇവിടെയും തോന്നുന്നത്. എന്തുമാത്രമാ നമ്മൾ ബ്രിക്സ് അല്ല വാളുണ്ടാക്കി എടുക്കുന്നത്. ബ്രിക്സ് ഒക്കെ ഉണ്ടാക്കിയായിരുന്നു അത്ര നല്ലതായിരുന്നു. ഞാൻ ഈ വാള് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വാൾ
പിക്കാക്സ് മതി മതി മതി. പോയി ബ്രിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മളിങ്ങോട്ട് വന്നിട്ട് ബ്രിക്സ് അല്ല വാളൊന്ന് അടിച്ചു കൊടുത്തിട്ട് വാൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഇനി നമ്മൾ നേരെ പോയി ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വരിക. ചുറ്റിനും വളയം വെക്കുക ഇതിന് ചുറ്റും. അയൺ ഫോം വേണ്ട ഇതൊക്കെ പോലെ തന്നെ ഏകദേശം വരും. അയൺ ഫോം എനിക്ക് മെയിനായിട്ട് വേണം. കാരണം നമ്മൾ ഈ സീരീസ് എൻഡർ ഡ്രാഗനെ കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം ഇവിടെ എങ്ങും എനിക്ക് തോന്നുന്നില്ല പോർട്ടൽ കിട്ടുമെന്ന്. അതുകൊണ്ട് നമ്മളെ വീടൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെ പോട്ടെ. 2 ലെയർ ഇട്ട് കവർ ചെയ്യണം. 2 ലെയർ ആക്കണം. തീർന്നു. കുഴപ്പം. ഇനി വീണ്ടും മൈൻഡ് ചെയ്യണം. ഇവിടെ കണ്ടാ തെണ്ടി ഉള്ളത്. മറ്റേല്ല സോംബി. നമുക്ക് ഇച്ചിരി നീങ്ങി മാറി ഇവിടെ നിന്ന് അങ്ങോട്ട് കുഴിച്ചെടുക്കാം. അല്ല ആണ് മെയിനായിട്ട് നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം റീഡർ ഫാമിൻ്റെ പരിപാടികളെല്ലാം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ ട്രെയിനിങ് ഹാൾ ഉണ്ടാക്കി എടുക്കും. അതാണ് നമുക്കിപ്പോൾ സെറ്റ് ആവാക്കണ്ടേ. മതി. പൊട്ടെ രാത്രിയായി നൈറ്റായി. അതിന് മുമ്പ് നമുക്ക് എല്ലാ പരിപാടിയും സെറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ കഴിയും ഞാൻ ഇത്രയും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത സീരീസ് ചെയ്യാം. അപ്പം ഈ സീരീസ് ഇത്രയേ ഉള്ളൂ. അതായത് സീരീസ് അല്ല, ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. സീരീസ് ഇനിയും ഉണ്ട്. അപ്പം അടുത്ത എപ്പിസോഡ് നമ്മൾ ഇതിൻ്റെ ബ്രീഡിംഗ് ഫാമിൻ്റെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ 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 ബൈ. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.